അവിടെ ആമിക്കുട്ടി ഇരിക്കണ കണ്ടോ. ആമിക്കുട്ടി ഇതേ അവിടെ ഒരു ചട്ടിയുണ്ട്, ചെടി നടാൻ ചട്ടി. ഞാൻ ചെടിയൊക്കെ നട്ടിട്ട് അത് പിന്നെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ട് അതിൻ്റെ കുറച്ച് ചട്ടി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അതിനകത്ത് മണ്ണ് നിറച്ച് കോലിട്ടിട്ട്, പണ്ട് നമ്മളൊക്കെ ചെറുതിൽ കളിച്ച് തന്ന കളികളുണ്ടല്ലോ, ഇപ്പോഴത്തെ ആൾക്കാർ കുട്ടികളെ മണ്ണിനകത്തൊന്നും ഇറക്കില്ല കേട്ടോ. മണ്ണിലൊക്കെ ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. അപ്പോൾ കണ്ടോ എന്നോട് കളിക്കാൻ ചെല്ലാൻ പറഞ്ഞ മണ്ണിൽ. അപ്പോൾ അവിടെ നിന്ന് കളിക്കുകയാണ് പുള്ളിക്കാരത്തി. ഇങ്ങനെ നടക്കും, ഇങ്ങനെ വീടിന് പെരയുടെ ചുറ്റും. ചോറൊക്കെ കൊടുത്തു. ഇപ്പോൾ കയറി ചിന്നേരം കിടന്ന് ഉറങ്ങണ്ട. അവൾക്കൊരു വാവയുണ്ട്, കണ്ട അവിടെ ഒരു വാവ കിടപ്പുണ്ട്. അവളുടെ വാവയാണ്. വാവേനെയും കൊണ്ടാണ് ഇങ്ങനെ പോവും. വാവയ്ക്ക് വേണ്ട ഇതെല്ലാം പറിച്ചു കൊടുക്കും. അതിന് മുഖത്ത് തേച്ച് കൊടുക്കും, അതിൻ്റെ കയ്യിൽ തൂത്ത് കൊടുക്കും, അതിനൊക്കത്ത് വെച്ചുകൊണ്ട് നടക്കും. അപ്പോൾ അവിടെ പോയിട്ടിരിക്കുകയാണ്. കണ്ടോ അടുത്ത പണി എന്താണെന്ന് നോക്കാൻ വരാണ്. അവിടെ വേറൊരു ചട്ടിയുണ്ട്, ആ ചട്ടിക്കകത്തുനിന്ന് കുറച്ച് അതെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കും. ഇതൊക്കെ പൊക്കാൻ പറ്റുന്ന വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട്. മണ്ണൊക്കെ ഉണ്ട് കേട്ടോ ആ ചട്ടിക്കകത്ത്, കുറച്ച് മണ്ണൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പൊക്കിക്കൊണ്ട് പുള്ളിക്കകത്തേക്ക് നടക്കും ഇങ്ങനെ. വേണ്ട ഭയങ്കര രസമാണ് കേട്ടോ കുഞ്ഞു കുട്ടികളുടെ കളികളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ഒരു ചേട്ടന്മാരുണ്ടാവും അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിക്കുക. ഇവരുടെ അടുത്തിരിക്കില്ല, അവർക്ക് വലിയ വലിയ കളികളാണ് കളിക്കണത്. ഇവള് കുഞ്ഞു കുഞ്ഞു കളികളാണ് കളിക്കാൻ നിൽക്കുക. അപ്പോൾ കണ്ട അടുത്ത് ഇങ്ങനെ പരിപാടിയാണ് കേട്ടോ. കുറച്ച് നേരം നമുക്ക് നോക്കാം ഇവളെന്താ ഇവിടെ ചെയ്യണേ. ആമി എന്താ ചെയ്യണേ? ആമിയോളെ, ആമിക്കുട്ടി, ആമിക്കുട്ടിയെ എന്താ ചെയ്യണേ? അത് മണ്ണ് കളിക്കാണോ? പപ്പ വരുമ്പോ വഴുക്കും അറിയില്ലേ? അതെടുക്കണ്ട, അതിൽ അമ്മ കുറച്ച് മണ്ണ് നിറച്ച് വെച്ചാണ്. അത് ചെടി നടാ നമുക്ക്. ഇങ്ങോട്ട് പോരെ, വാ ഇങ്ങോട്ട് പോരെ. വാവേനെ എടുക്ക്, വാ ബേബീനെ എടുത്തേ. കണ്ട ഇതാണ് പരിപാടി. അതിൽ നിന്നൊരു കോലെടുത്ത് കുത്തി ഒരു ടിന്നിലോട്ട് കയറ്റി വെച്ചു. ഇങ്ങനെയാണ് പരിപാടികൾ. നമുക്കൊരു നേരം എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു പഠിക്കാനോ എന്തെങ്കിലും നോക്കാനോ എന്തെങ്കിലും ഒന്നോ വായിക്കാനോ ഒന്നും നമുക്ക് കണ്ടിപ്പോൾ അവരവിടെ വർത്താനം പറയുന്നുണ്ട് ചേട്ടനും ചേച്ചി. അപ്പോൾ അവരെ വിളിക്കണതാ. ചേട്ടനെ വിളിച്ചേ, അപ്പൂനെ വിളിച്ചേ, ഉണ്ണീനെ വിളിക്കേ. ആമിയുടെ ചേട്ടന്മാർ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ആമിയുടെ മൂത്ത ചേട്ടായിക്ക് 11 വയസ്സുണ്ട്. 6ാം ക്ലാസ്സിലാണ് പഠിക്കണത്. 6ാം ക്ലാസ്സിൽ ഞാൻ തോറ്റിട്ടൊന്നുമില്ല. ഞങ്ങൾ വയസ്സ് കറക്റ്റാൻ വേണ്ടി ഒരു കൊല്ലം കൂടിയാണ് LKG ഞങ്ങൾ ഇരുത്തി. രണ്ടാമത്തെ മോന് 7 വയസ്സായി. അവൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 7 വർഷം കഴിഞ്ഞിട്ടുണ്ടായ ആളാണ് ഞങ്ങൾക്ക് മോള്. അപ്പോൾ അവൻ വർഷം കഴിഞ്ഞിട്ടാണ് മോള് ഉണ്ടായേക്കണേ. മോൻ 2017 രണ്ടാമത്തെ മോൻ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ അവനുണ്ടായ നേരത്തെ ഞങ്ങൾ ട്രൈ ചെയ്ത് ഒരാളും കൂടി ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ദൈവം തമ്മിൽ ഞങ്ങൾക്ക് തന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ ഇച്ചിരി മാറി ഞങ്ങളുടേതായ നല്ലൊരു നല്ലതല്ല, എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തിൽ ഞങ്ങൾ കരഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഞാൻ എൻ്റെ ഡെലിവറി നിർത്താമെന്നുള്ള ഇതെടുത്ത സമയത്താണ് എനിക്കെൻ്റെ മോളെ ഉണ്ടായത്. എൻ്റെ രണ്ടാമത്തെ മോൻ എപ്പോഴും കരയുമായിരുന്നു. മറ്റുള്ളവർ കുഞ്ഞുവാവിനെയൊക്കെ കണ്ടിട്ട് അവനൊരു കുഞ്ഞുവാവിനെ വേണം, ഒരു പെണ്ണുണ്ണീനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവം നമുക്ക് തോന്നിപ്പിച്ചാണ്. നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അവളുടെ ഡെലിവറി സമയത്ത്. ഷുഗർ, പ്രഷർ, നമുക്ക് പ്രായം, എനിക്കൊരു 32 വയസ്സുണ്ട്. അപ്പോൾ അതിൻ്റെതായ അങ്ങനെ രോഗങ്ങളൊന്നും എനിക്ക് ഇവരുടെ ടൈമിൽ ഉണ്ടായില്ല. പ്രഷർ, ഷുഗറൊന്നും രണ്ടുപേരുടെ ഡെലിവറി ഉണ്ടായില്ല. അപ്പോൾ ഇവളുടെ ഡെലിവറി ടൈമിൽ അത് സിസേറിയൻ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് അവൾ ഉണ്ടായി, ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഇതുവരെ അവളുടെ കയ്യിൽ 6 വിരലായിരുന്നു, 2 കൈമി. അപ്പോൾ ചെറിയൊരു ഇത് വന്നപ്പോൾ ഇൻഫെക്ഷൻ ഞങ്ങൾ 2 ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഈ ഐസുകാരൻ പോയിട്ടാ, ഐസുകാരനെ വിളിക്കണതാണ്. ഞാൻ മേടിച്ച് കൊടുക്കാറില്ല, വഴിക്കോടെ പോണ ഐസൊന്നും മേടിച്ച് കൊടുക്കാറില്ല. ഞാൻ കടയിൽ നിന്ന് വരുമ്പോൾ അവർക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കും, ഇച്ചിരിയേ കൊടുക്കാറുള്ളൂ കേട്ടോ. ഭയങ്കര സന്തോഷമാണ് നമുക്ക് വലിയ മക്കളായി കഴിഞ്ഞിട്ട് ആ മക്കൾക്ക് ചെറിയൊരു കുഞ്ഞാവി ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. കാരണം വെച്ചാൽ അവരെ കളിച്ചിരിയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യും.
പിന്നുള്ളവരുടെ. മറ്റവരുടെ സമയത്ത് നമുക്കത് എൻജോയ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, നമുക്ക് അത്ര പക്വത ഒന്നുണ്ടാവില്ല. ഇപ്പോൾ മോളായപ്പോൾ മോളുടെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാനും അവളുടേതായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൊണ്ട് അവിടെ ഇരുന്ന് കളിക്കുകയാണ് പുള്ളി. കാണിച്ചു തരാട്ടാ, കളിക്കാണ്. മുറം പൊട്ടിയിട്ടുണ്ട്. ആ മുറത്തിൻ്റെ ഒരു ചെറിയ പീസ് ഉണ്ട്, അതിനകത്ത് ഈ മണ്ണെടുത്തിട്ട് നമ്മൾ അരിയൊക്കെ നോക്കണ പോലെ പിടിക്കാത്ത ഇങ്ങനെ ആറ്റി. ഇതാ കുഞ്ഞാട്ടം വരുന്നുണ്ട് അവിടെ നിന്ന് കളിച്ചിട്ട്. കുഞ്ഞാണ്ട് വേറെ പണിയൊന്നും ഇല്ല, ഇങ്ങനെ കളിച്ചിറങ്ങേണ്ട പരിപാടി. ഈ വെയിലത്ത് ഇങ്ങനെ ഇറക്കും. കണ്ട നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആൾക്കാരെ കാണുന്നത്. അപ്പുറത്ത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തോടാണ്, കുറച്ചാണ് തോടാണ്, നല്ലൊരു തോടാണ്. അത് കഴിഞ്ഞാൽ റോഡാണ് മുകളിൽ വശം. പിന്നെ അതിൻ്റെ അപ്പുറമാണ് ഈ ഫോറസ്റ്റ് മണ്ണ്. അവിടെ ആനയുടെ ഒക്കെ സൗണ്ട്, ആനയൊക്കെ വരും. ആനയുടെ സൗണ്ട്, ആന പോസ്റ്റ് മറ്റേ കമ്പി വേലിയുമൊക്കെ എർത്ത് കമ്പിയുമൊക്കെ തട്ടിയതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാട്ടോ. അങ്ങനെ ഇവിടെ നല്ലൊരു നാട്ടിൻപുറമാണ് ഇതൊക്കെ. നല്ല സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക്, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കിട്ടാത്തൊരു ഇതാണ്. കണ്ട ഒരു തിക്കും തിരക്കോ ടൗണിൻ്റെതായ ഒരു ഒച്ചപ്പാടും ബഹളം ഒന്നുമില്ല, ഒരു ശാന്തത. നമുക്ക് പിള്ളേർ വിശ്വസിച്ച് നമുക്കിവിടെ ആക്കിയിട്ട് ഇവിടെ ഇരുത്തിയിട്ട് പോകാൻ വീട്ടിൽ. അതിനാണ് എൻ്റെ മക്കളൊന്നും ഇങ്ങനെ ഒരു വഴിക്ക് പോകാറില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വീട്ടിലിരുത്തേ ചെയ്യാറ്. പിന്നെ കണ്ട ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസം. രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് നമുക്ക് വാതിൽ തുറന്നുമ്പോൾ കാണുക. പ്രകൃതി, പച്ചപ്പ്, ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്തൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഹൈ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ.